ഹലോ ഫ്രണ്ട്സ് എന്ന സീരീസിൽ ഷാൻലർ ബിങ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മളെല്ലാം രസിപ്പിച്ച മാത്യു പെറിയുടെ ആകസ്മിക മരണമാണ് എന്നെ ഡിപ്രഷൻ എന്ന ടോപ്പിക്കിലേക്ക് എത്തിച്ചത്. അതുതന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും. മാത്യു പെറിയുടെ മരണം അദ്ദേഹത്തിൻ്റെ 54-ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ മാസം അദ്ദേഹം ബാത്ടബിൽ മരിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രാഥമികമായിട്ട് ആത്മഹത്യ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന നിഗമനത്തിലായിരുന്നു ആൾക്കാർ അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർമാർ എത്തിയത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോപ്സി റിപ്പോർട്ട് അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അക്യൂട്ട് ഇഫക്ട്സ് ഓഫ് കെറ്റമിൻ ആണ് മാത്യു പെറിയുടെ മരണത്തിന് കാരണം. ഈ കെറ്റമിൻ എന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ അതുപോലുള്ള മെൻ്റൽ ഇഷ്യൂസിന് കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഈ കെറ്റമിൻ്റെ യൂസിനെ പറ്റിയും ഡോക്ടർമാർക്ക് രണ്ട് അഭിപ്രായമാണുള്ളത്. ഒരു കൂട്ടം ഡോക്ടർമാർ അതിൻ്റെ നല്ല ഗുണങ്ങളെ പറ്റി വാദിക്കുന്നു. അതായത് അത് ഉപയോഗിക്കുന്നത് ഡിപ്രഷനും മറ്റ് ചില സ്പെസിഫിക് മെൻ്റൽ കണ്ടീഷൻസും കൺട്രോൾ ചെയ്യാൻ നല്ലതാണെന്ന് വാദിക്കുന്നു. അതേസമയം മറ്റൊരു കൂട്ടം വാദിക്കുന്നത് കെറ്റമിൻ നെഗറ്റീവ് ഇഫക്ട്സ് തരുന്ന ഒരു മരുന്നാണെന്നാണ്. അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ ഈ കാര്യത്തിൽ ഏകകണ്ഠമായ ഒരു അഭിപ്രായമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും കെറ്റമിൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റിനും ചില മെൻ്റൽ കണ്ടീഷൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിനും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഫാസ്റ്റ് ബിസി സ്ട്രെസ്ഫുൾ ലൈഫിൽ ഡിപ്രഷൻ എന്നത് ഭയങ്കര കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്ന വകഭേദങ്ങളില്ല. എല്ലാവർക്കും ഏത് കണ്ടീഷനിലുള്ളവർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് ഡിപ്രഷൻ എന്നത്. ചിലരത് തിരിച്ചറിയുന്നു, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നു. ചിലരത് തിരിച്ചറിയുന്നില്ല. ചിലർ തിരിച്ചറിഞ്ഞാലും സമൂഹം എന്ത് കരുതും അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും എന്ന തോന്നലിൽ അതിന് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നില്ല. അതിനെപ്പറ്റി ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നതുമില്ല. ഉയരം കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടും എന്ന പരസ്യവാചകം പോലെ ഉയരം കൂടുന്തോറും ഡിപ്രഷനുള്ള പോസിബിലിറ്റീസും ചെറുതായിട്ട് കൂടാറുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അറിയുന്ന നമുക്ക് ചുറ്റുമുള്ള പല സെലിബ്രിറ്റീസും ഒരു കാലത്ത് ഡിപ്രഷൻ അഭിമുഖീകരിച്ചവരാണ്. അതല്ലെങ്കിൽ ഇപ്പോഴും ഡിപ്രഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, തൻ്റെ സ്വപ്ന സംരംഭമായ ABCLൻ്റെ തകർച്ചയ്ക്ക് ശേഷം, അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ബച്ചൻ ഡിപ്രഷൻ നേരിട്ടിരുന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് സിനിമാ വർക്ക് കിട്ടാതിരുന്നത് ആ ഡിപ്രഷനൊരു കാരണമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ജനപ്രിയ പ്രോഗ്രാമായ KBC ആയിരുന്നു, കോൺ ബനേഗ ക്രോർപതി ആയിരുന്നു. അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിങ്ങിനിടയിൽ ഷോൾഡർ ലിഗമെൻറ്റിന് ഇഞ്ചുറി ആയി. അതിനുശേഷം അദ്ദേഹവും ഡിപ്രഷൻ നേരിട്ടിരുന്നു. തനിക്ക് മുൻപത്തെ പോലെ പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്ന ചിന്തയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ആങ്സൈറ്റി ഡിസോർഡറും ഡിപ്രഷനും ഉണ്ടായത്. 2014 താൻ നേരിട്ട ഡിപ്രഷനെ പറ്റി ദീപിക പദുകോൺ തന്നെ BBC-ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. So initially, no, nobody knew of it. But I think once we diagnosed it and once I knew exactly what it was, and once I'd accepted the fact that there is something known as clinical depression and that I have it, once I accepted it is when I told a few people around me, and I instantly felt better because I felt like I wasn't hiding anything from anyone. I felt like I was being honest, and I felt like I was being supported. ആങ്സൈറ്റി ഡിസോർഡറും ഡിപ്രഷനും അവർ ആദ്യം തിരിച്ചറിഞ്ഞില്ല. അവരുടെ അമ്മയായിരുന്നു ആദ്യം തിരിച്ചറിഞ്ഞത്. അതിനുശേഷം അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇക്കാര്യം വ്യക്തമായി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ദീപിക ഒരു നല്ല അഭിനന്ദനം അറിയിക്കും. കാരണം ഇത്രയും പ്രശസ്തരായ സെലിബ്രിറ്റീസിനും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്നും അവരും മെഡിസിൻസ് എടുക്കാറുണ്ടെന്നും ഉള്ള അറിവ് ചിലർക്കെങ്കിലും ഡിപ്രഷന് വേണ്ടി അല്ലെങ്കിൽ അത്തരം മെൻ്റൽ കണ്ടീഷൻസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഒരു പ്രചോദനമാകും, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ഫാക്ടറായി മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ഇതെല്ലാം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മളിലേക്കും കടന്നു വരാം. നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരു മെൻ്റൽ ഇഷ്യൂ ഉണ്ട്, ഒരു കണ്ടീഷനെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ഒരു സങ്കോചത്തിൻ്റെ ആവശ്യമില്ല. ഡിപ്രഷൻ ഉണ്ടാവാൻ അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള യാതൊരു ഡിസ്റ്റിങ്ഷനും ഇല്ല. ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ടോ ഭാവി എന്തായിരിക്കുമെന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാകാം.
അതുപോലെ തന്നെ ചില നടീനടന്മാരുടെ സിനിമകൾ ഫ്ലോപ്പ് ആകുമ്പോൾ, അവരുടെ പല ഉദ്യമങ്ങളും നിരന്തരം പരാജയമാകുമ്പോൾ അവരെ ഒന്നുകൂടി ടെൻഷനിലേക്കും ഇത്തരം ഡിപ്രഷനിലേക്കും തള്ളിവിടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ പേജസിൽ കാണാറുണ്ട്. ആരും പരാജയപ്പെടും എന്ന ഒരു ഉദ്ദേശത്തോടെയോ ആഗ്രഹത്തോടെയോ അല്ല ഒരു ഉദ്യമം, ഒരു പ്രൊജക്റ്റും തുടങ്ങുന്നത്. വിജയപരാജയങ്ങൾ മാറി മാറി സംഭവിക്കുന്ന ഒന്നാണ്. ഏത് പ്രൊജക്റ്റും പരാജയപ്പെടാം. അപ്പോൾ നമ്മളായിട്ട് അവരെ ഒന്നുകൂടി ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും തള്ളിവിടാതിരിക്കുക എന്നതാണ് ഒരു സമൂഹം എന്ന നിലയിൽ, സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ലല്ലോ സംഭവിക്കുന്നത്, നെഗറ്റീവ് കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ അയാളെ അല്ലെങ്കിൽ ആ സെലിബ്രിറ്റിയെ ഒന്നുകൂടി കുത്തി നോവിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? അയാളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അയാളുടെ പ്രൊജക്റ്റുകൾ ഇഷ്ടമല്ല, അയാളുടെ സിനിമകൾ താല്പര്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതല്ലേ അയാൾക്കും നിങ്ങൾക്കും നല്ലത്. അയാൾ നിങ്ങളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല അയാളുടെ സിനിമ കാണാൻ. നിങ്ങൾ നിങ്ങളുടെ പണം ചിലവാക്കിയാണ് കാണുന്നത്. റിവ്യൂവേഴ്സ് ഉണ്ട്, റിവ്യൂ കണ്ടിട്ട് മാത്രം സിനിമ കാണുക. അയാളുടെ സോഷ്യൽ മീഡിയ പേജസ് താല്പര്യമില്ലെങ്കിൽ, അയാളുടെ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് ഇഷ്ടമല്ലെങ്കിൽ ആ പേജസ് അൺഫോളോ ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ഈ സെലിബ്രിറ്റീസിൻ്റെ ജീവിതം. പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ അത് സമൂഹവുമായിട്ട് അവർക്ക് കൃത്യമായി ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് തന്നെ അവർക്ക് സമൂഹത്തിന് മുന്നിൽ ഒരു തുറന്ന ചിരിയോട് കൂടി മാത്രമേ വന്ന് നിൽക്കാൻ പറ്റൂ. ചിന്തിക്കുക, എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. അവിടെ ഉള്ളിൽ വേദനയുടെ ലാവ തിളച്ചു മറിയുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുഞ്ചിരിയോടെ മാത്രം വന്ന് നിൽക്കുക എന്നത് എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ നമ്മളായിട്ട് അവരെ കൂടുതൽ ടെൻഷൻസിലേക്കും ഇഷ്യൂസിലേക്കും തള്ളിവിടണോ? ചിന്തിക്കുക. താങ്ക് യു.